ഗുഡ് മോർണിംഗ്. സക്കുബായുടെ അടുത്ത കുറച്ച് ഭാഗം കൂടി നമുക്കിന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് वासंती के बारे में है. सकुबाई की छोटी बहन है वासंती. अब वो किस हालत में है वो हम जानते हैं. उसने आत्महत्या कर ली है. वो कामातीपुरा में धंधा करती थी, शरीर बेचने वाली थी और वहाँ काम धंधा करती थी. और अब पुलिस वाले ने आकर सकुबाई और यशवंत घाग से बताता है कि उसने आत्महत्या कर ली है और उसकी बॉडी कोपर हॉस्पिटल के मोर्चरी में है और तुम लोगों को मेरे साथ आना पड़ेगा और उस बॉडी को पहचानना पड़ेगा, मृत शरीर को, लाश को पहचानना पड़ेगा कि यह वासंती है या नहीं. അപ്പോൾ അത് ബോഡി തിരിച്ചറിയണം, അവൾ വാസന്തിയാണോ അതോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാരൻ ഇവരെയും വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ जब वे पुलिस स्टेशन पहुंचते हैं तो वहाँ एक सुपीरियर ऑफिसर है, उनसे बड़ी बुरी तरह से बर्ताव करता है. वो അവിടെ ഉണ്ടായിരുന്നൊരു മുതിർന്ന പോലീസുകാരൻ ഇവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. അമ്മയെ കൂട്ടി വരാത്തതിൻ്റെ ദേഷ്യം, പിന്നെ ഇവരെ പോലെയുള്ളവരെ, പ്രത്യേകിച്ച് വാസന്തി അങ്ങനെ ഒരു ധന്ധ ചെയ്തിരുന്നവളായിരുന്നതിൻ്റെ ഒരു ദേഷ്യം, അല്ലെങ്കിൽ പണമില്ലാത്ത മനുഷ്യരോടുള്ള അവരുടെ പുച്ഛം, അങ്ങനെ പലതും അയാളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ കൊണ്ടുവരാത്തതാണ് നിലവിലെ പ്രശ്നം. അമ്മ എവിടെയെന്നാണ് സക്കുവിനോടും സക്കുവിൻ്റെ ഭർത്താവിനോടും ചോദിക്കുന്നത്. അപ്പോൾ സക്കുവിനോട് സംസാരിച്ച ശേഷം സക്കുവിൻ്റെ പതി जो यशवंत घाग है उससे वो आदमी, वो पुलिस वाला बता रहा है, अरे ये तो औरत है, इसको तो अक्ल नहीं, पर तू तो आदमी है, तेरे को तो सोचना मांगता. അപ്പോൾ അമ്മ എവിടെ എന്നാണ് ചോദ്യം. സക്കുവിൻ്റെ അമ്മ എവിടെ, അല്ലെങ്കിൽ മരിച്ചുപോയ വാസന്തിയുടെ അമ്മ എവിടെ, അമ്മയെ കൊണ്ട് വേണം ഐഡൻറ്റിഫൈ ചെയ്യിക്കാൻ എന്നാണ് അവരുടെ ആവശ്യം. അപ്പോൾ സക്കുവിൻ്റെ ഭർത്താവിനോടായിട്ട് പോലീസുകാരൻ പറയാണ്, അരേ ഏ തോ ഓരത്ത് ഹേ, ഇതൊരു സ്ത്രീയല്ലേ, ഇസ്കോ തോ അക്ലി നെയ് ഹേ, അവൾക്ക് ബുദ്ധിയില്ലല്ലോ, പെണ്ണിന് ബുദ്ധിയില്ലല്ലോ. നമ്മുടെ മലയാളത്തിലും പറയാറില്ലേ, എന്താണ് പെൺബുദ്ധി പിൻബുദ്ധി എന്ന്. അപ്പോൾ ഇന്നും നേരം വെളുത്തിട്ടില്ലാത്ത, ഇപ്പോഴും പിന്നോട്ട് നോക്കി നടക്കുന്ന ഒരു സമൂഹത്തിൽ കൂടി, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ വിഴുപ്പ് പേറി കൂടി ജീവിക്കുന്നവരാണ് നമ്മൾ. അതായത് സ്ത്രീകളെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അവർക്ക് ബുദ്ധിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അടുക്കളയിൽ വേവിക്കാൻ മാത്രമേ കൊള്ളാവൂ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ ഈ പോലീസുകാരൻ. അപ്പോൾ സക്കുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അവരുടെ ഇതുവരെയുള്ള ഓരോരോ സംസാര രീതികൾ, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമുള്ളവരുടെ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള, അവരുടെ ആ ഒരു ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ വീട്ടിലെയും പ്രശ്നങ്ങളിൽ അവർ ഇടപെടുകയും അതിന് പറ്റിയ സൊല്യൂഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ സക്കുബായി. നമ്മൾ ഇതുവരെയുള്ള ഭാഗത്തൊക്കെ കണ്ടതാണ്. അവരൊന്ന് പഠിക്കുകയും കൂടി ചെയ്തിരുന്നുവെങ്കിൽ അത് നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സക്കുബായിയെക്കുറിച്ച്, അതായത് സ്ത്രീകളെക്കുറിച്ച് പൊതുവേ ഉള്ള ആൾക്കാരുടെ ഒരു ധാരണ. അപ്പോൾ ലേഡീസ് വണ്ടി ഓടിച്ചു പോകുമ്പോൾ പോലും പെണ്ണല്ലേ ഓടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സൈഡ് കൊടുക്കാതിരിക്കുന്ന, അങ്ങനെയൊക്കെയുള്ളൊരു വൃത്തികെട്ട മനോഭാവമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇതുപോലെ പലതും നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഇത് ഇവള് പെണ്ണല്ലേ, ഇവക്ക് എന്ത് ബുദ്ധിയുണ്ട്, ഇവക്ക് അറിഞ്ഞുകൂടല്ലോ, നീ പുരുഷനല്ലേ, നിനക്ക് ബുദ്ധിയുള്ളവനല്ലേ, നിനക്ക് പറഞ്ഞു കൊടുത്തൂടായിരുന്നു അമ്മ കൂടി വരണം എന്നാണ് ആ പോലീസുകാരൻ ചോദിക്കുന്നത്. അരേ ഏ തോ ഓരത്ത് ഹേ, ഇസ്കോ തോ അക്ലി നഹി ഹേ, ഇത് സ്ത്രീയാണ്, ഇവൾക്ക് ബുദ്ധിയില്ലല്ലോ, പർ തൂ തോ ആത്മീ ഹേ, പക്ഷെ നീ പുരുഷനല്ലേ, തെരേക്കോ തോ സോച്ചനാ മാങ്കത്താ, നീ ബുദ്ധിയുള്ളവനല്ലേ, പുരുഷനല്ലേ, നിനക്ക് ചിന്തിച്ചുകൂടായിരുന്നോ ഇങ്ങനെ ഒരു കാര്യത്തിന് വരുമ്പോൾ അമ്മയും കൂട്ടി വരണം എന്നാണ് പോലീസുകാരൻ സക്കുവിൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നത്. മേരാ ആദ്മി എക്ദം ഹാത്ത് ജോഡ്കർ ബോല. അത് കേട്ടിട്ട് എൻ്റെ ഭർത്താവ് എക്ദം ഹാത്ത് ജോഡ്കർ, കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ക്യാ സാഹബ്, എന്താ സാറേ, എന്താ വിഷയം എന്താണ് എന്ന് എൻ്റെ ഭർത്താവ് ചോദിച്ചു. പുള്ളിക്ക് മനസ്സിലായില്ല എന്താണ് ഈ പുള്ളി പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന്. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, തീൻ ചിയ ആയില അമ്മിക്ക് ബാത് ബത്താ രഹാ ഹൂം മേ, നിങ്ങളുടെ അമ്മയെക്കുറിച്ചിട്ടാണ്, അമ്മയുടെ കാര്യമാണ് പറയുന്നത്, ഇവളുടെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. തെരേ ഹാത്ത് മേ ദേഗാ ബോഡി, നിന്റെ കയ്യിൽ തരാൻ പറ്റുമോ ബോഡി? കൽ കോ തേരാ സാല ആക്കർ ബോലാ ഉസ്കോ കായ്ക്കോ ദിയാ ബോഡി. നാളെ നിന്റെ അമ്മായിയമ്മ വന്നിട്ട് ഇവിടെ പറയും, അല്ലെങ്കിൽ തെരാ സാല, നിന്റെ അളിയൻ, നിതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിന്റെ അളിയൻ വന്നിട്ട് ഇവിടെ പറയും, ഉസ്കോ കായ്ക്കോ ദിയാ ബോഡി. കായ്ക്കോ എന്ന് പറഞ്ഞാൽ കിസ്കോ, കിസ്ലിയെ,
വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ ഒരു സംസാര രീതിയാണ് ഈ കിസ്കോ എന്നുള്ളതിനൊക്കെ കായ്ക്കോ എന്ന് പറയുന്നത്. ഒരു കൊളോക്കിയലായിട്ടുള്ളൊരു പദപ്രയോഗമാണത്. ഉസ്കോ കായ്ക്കോ ദിയ ബോഡി, എന്തിനാണ് അയാൾക്ക് ബോഡി കൊടുത്തതെന്ന് നാളെ നിൻ്റെ അമ്മായിയമ്മ നിൻ്റെ അളിയനൊക്കെ വന്ന് എന്നോട് ചോദിക്കും. ഫിർ തൂ കിധർ സെ നികാലേഗാ ബോഡി, അപ്പോൾ നാളെ വരുമ്പോൾ നീ ബോഡി എടുത്തിട്ട് എവിടെ നിന്ന് കൊടുക്കും? അരേ സംജാവോ, അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അരേ സംജാവോ, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. സംജാവോ നാ ഇസ്കോ, അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ജാ അപ്നി സാസ്കോ ലേക്കറാ, പോയി നിൻ്റെ അമ്മായിയമ്മയും കൂട്ടി വരൂ. നിൻ്റെ അമ്മായിയമ്മയും കൂട്ടി വരൂ. അവരുടെ കയ്യിലെ, അല്ലെങ്കിൽ അവരെ മാത്രമേ ബോഡി ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. നാളെ നിൻ്റെ അമ്മായിയമ്മയും നിൻ്റെ അളിയനും ഒക്കെ വന്നിട്ട് അനിയത്തിയുടെ ബോഡി എവിടെ, അല്ലെ എൻ്റെ മോളുടെ ബോഡി എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണ്. മേരാ ആദ്മി തുരന്ത് ഓട്ടോ ലേക്കർ മേരി മാക്കോ ബുലാനെ ഭാഗ, ഉടനെ യശ്വന്ത് ഖാക്ക് ഉടനെ ഒരു ഓട്ടോ എടുത്ത് എൻ്റെ അമ്മയെ വിളിക്കാൻ വേണ്ടി പോയി. और मैं वहीं पुलिस स्टेशन में बैठकर वासंती को याद करने लगी. അപ്പോൾ മാനസികമായിട്ട് വളരെ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ സക്കു ഉള്ളത്. മേ വഹാം ബൈഠ്കർ, പോലീസ് സ്റ്റേഷനിലിരുന്ന് വാസന്തി को याद करने लगी. वासंती के साथ उसकी जो पुरानी स्मृतियाँ हैं उसकी याद कर रही है वासंती. വാസന്തി മൊത്തമുള്ള അവളുടെ പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ സക്കുബായി. കിത്നി സുന്ദർ കാട്ടി ധി, അവൾ എന്തു സുന്ദരിയായിരുന്നു. സുന്ദർ കാട്ടി, ഭയങ്കര മനോഹരമായ ശരീരമുള്ളവളായിരുന്നു. വളരെ ഒരുപക്ഷെ അവളുടെ ആ ഒരു സൗന്ദര്യം തന്നെയായിരിക്കണം അവളുടെ ഈ ദുരവസ്ഥയ്ക്കും കാരണമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, എന്താ സക്കുവിനേക്കാൾ മുതിർന്ന കുട്ടിയായിട്ട് വളരുകയാണ് വാസന്തി. അങ്ങനെയാണ് പെട്ടെന്ന് പെൺകുട്ടിക്ക് വളർച്ച പെട്ടെന്ന് ഉണ്ടാവുന്ന കാരണമാണ് എന്ന് വെച്ചാൽ പറയുന്നൊരു വാചകമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മേരി ഓർ ദേഖോ എന്ന് അവളുടെ ശരീരം വിളിച്ചു പറയുന്ന പോലെയായിരുന്നു അവളുടെ ശരീരം. എന്ന് പറഞ്ഞാൽ ആരെയും അട്രാക്റ്റ് ചെയ്യുന്നൊരു ശരീരഘടനയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാവാം ഇങ്ങനെ ഈ പ്രണയക്കുരുക്കിലൊക്കെ പെട്ട് ചതിപറ്റി അവളിങ്ങനെ കാമാത്തിപുര വരെയൊക്കെ എത്തിയതും ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ കിത്തനി സുന്ദർ കാഠി തീ, എത്ര സുന്ദരമായ ശരീരമായിരുന്നു. ഗോരി ചിട്ടി, നല്ല വെളുത്ത മുഖമുള്ള, മാക്കി തറ ലംബി ചൗടി, അമ്മയെ പോലെ തന്നെ ഭയങ്കര നീളവും വണ്ണവും ഒക്കെ ഉള്ള ശരീരമുള്ളവൾ. സർദി മേ ഏക് രജായി ഹോനെ കെ കാരൺ ഹം ദോനോ ഏക് ഹി ബിസ്തർ മേ സോത്തെ थे. അപ്പോൾ വീട്ടിൽ ഒറ്റ രജായി ഥേ, രജായി എന്ന് പറഞ്ഞാൽ പുതപ്പാണ്, വീട്ടിലൊരൊറ്റ ബ്ലാങ്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സർദി ആവുമ്പോൾ എന്ന് വെച്ചാൽ തണുപ്പ് കാലമാവുമ്പോൾ ഈ ഒരൊറ്റ പുതപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ഏക് ഹി ബിസ്തർ മേ സോത്തെ थे, ഒരു കിടക്കയിൽ കിടന്നുറങ്ങുമായിരുന്നു. ഒറ്റ പുതപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പുതപ്പിൽ ചുരുണ്ടുകൂടി ഞങ്ങൾ രണ്ടും ഉറങ്ങുമായിരുന്നു നല്ല തണുപ്പത്ത്. രജായി ചോട്ടി ഹോനെ കെ കാരൺ മേ ഓർ വാസന്തി രജായി അപ്നി അപ്നി ഓർ ഖീഞ്ചത്തെ. അതൊരു ചെറിയ പുതപ്പായിരുന്നു, രണ്ടുപേർക്ക് സഫീഷ്യൻ്റ് അല്ലായിരുന്നു അത്. അപ്പോൾ എന്ത് ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും ആ പുതപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുമായിരുന്നു. അപ്നി അപ്നി ഓർ ഖീഞ്ചത്തെ, തങ്ങളുടെ സൈഡിലേക്ക് അത് വലിച്ചെടുക്കുമായിരുന്നു. വേ ഹമേഷ അപ്നി ഏക്ക് ടാങ്ക് ഓർ ഏക്ക് ഹാത്ത് മേരെ ഊപ്പർ രഖിലേത്തി. അവൾ ഉറങ്ങുമ്പോൾ എപ്പോഴും അവളുടെ ഒരു കാലും, ടാങ്ക് കാലാണ്, ഏക്ക് ഹാത്ത് ഒരു കൈയും ഒരു കാലും എൻ്റെ ദേഹത്തെടുത്തിട്ട് മാത്രമേ അവൾ ഉറങ്ങത്തുള്ളായിരുന്നു. അപ്പോൾ അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള വളരെ ഊഷ്മളമായ ഒരു ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മ അവൾ ഓർത്തെടുക്കുകയാണ്. ചന്ദാ മാമ लाप लाइस कर निमोड़ी चा झाड़ करवंती. मैं वासंती नितिन और आई सब एक साथ में सोते और आई हमें गाना सुनाती. അപ്പോൾ മറാത്തിയിലുള്ള ഒരു പാട്ട് അമ്മ ഞങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് പാടിത്തരുമായിരുന്നു. ഞാനും വാസന്തി നിതിനും ആയിയും സബ് എക്സാത്ത് സോത്തെ, എല്ലാവരും കൂടെ ഒരുമിച്ച് കിടന്നായിരുന്നു ഉറങ്ങുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക് പാടിത്തരുന്ന പാട്ടായിരുന്നു ചന്ദാ മാമ ലാപ് ലായിസ്കർ. മറഞ്ഞിരിക്കുന്ന ചന്ദ്രനെ ആണ് വിളിക്കുന്നത് ചന്ദാ മാമ. മറഞ്ഞിരിക്കുന്ന മറാത്തിയിലുള്ള പാട്ടാണ് കേട്ടോ. ചന്ദാ മാമ ലാപ് ലായിസ്കർ. മറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? നിമോടി ചാട് കർവന്തി. അപ്പോൾ ഇവിടെ എല്ലാം അടിച്ചു വാരണല്ലോ, അങ്ങനെ ഇവിടെ എല്ലാം എന്താണ് ചാടുകർണ എന്ന് പറഞ്ഞാൽ തൂത്തുവാരുക എന്നുള്ളതാണ്. ഹിന്ദി വാക്ക് തന്നെയാണ് ചാടു ലഗാന, തൂത്തുവാരുക. അപ്പോൾ അത് മറാത്തിയിലുള്ള കവിതയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ നിമോടി ഝാട് കരുവന്തി. അപ്പോൾ ഇങ്ങനെ മറിഞ്ഞിരിക്കാതെ വന്ന് ഇവിടേക്ക് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങി വരുന്നില്ലേ? ഇങ്ങനെയൊക്കെ ഒരു കുറച്ച് രസകരമായ ഒരു പാട്ടൊക്കെ അമ്മ ഞങ്ങൾക്ക് പാടിത്തരുമായിരുന്നു. ദേവ് ജരി മജ് കത് ഫെൻഡ്ലാ മാഖ് ഹുയേ തോ മാഖ് മടാത്തെ പഠീലാ പ്രഭുരെ മാഛേ സാരേ ജീവൻ ദേഹി മമ ബാണ്ടിയാല. അപ്പം അതിൻ്റെ അടുത്ത വരികളെ കുറിച്ചിട്ട് കൂടിയാണ് പറയുന്നത്. അത് ഈശ്വരനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള വരികളാണ്.
അത് മറാത്തിയാണ്. ദേവ് ജരി മജ് മജ് കട്ട് ഫേണ്ടില, എനിക്കെപ്പോൾ അപ്കി ഫേണ്ട് മുझे കബ് ഹോഗി എന്നാണ് വരിയുടെ ആശയം. മേ ആപ്സെ കബ് മിൽ പാവുങ്കി, എപ്പോഴാണ് എനിക്ക് ഈശ്വരൻ്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ എനിക്ക് എന്നാണ് ഈശ്വരനെ കാണാൻ സാധിക്കുക. മാക്ക് ഹവേ തോ മാക്ക് മഠാല, മുझे കई बात तुमसे पूछनी थी, मेरे कई कार्य थे, മുझे തുംസെ ബഹുത് അധിക മാങ് ഥി, എനിക്ക് ഈശ്വരനോട് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെടാനുണ്ടായിരുന്നു. മഠില പ്രഭുരേ മാഛേ സാരേ, मेरा प्रभु मेरा ഈശ്വർ ഓ മുझे സബ് കുച്ച് ദേഗാ ദിലാ ദേഗാ, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എൻ്റെ ഈശ്വരൻ എനിക്ക് തരും. ജീവൻ ദേദി മമ ബാണ്ടിയാല, मेरे प्यारे लोगों को यानी मेरे परिवार वालों को अपना जीवन देना है, सारी संतुष्टि देना है. അപ്പോൾ എല്ലാ സന്തോഷങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനാ ഗീതമാണ് സക്കുവിൻ്റെ അമ്മ, മറാത്തിയിലുള്ള ഒരു പ്രാർത്ഥനാ ഗീതമാണ് ആ സമയത്ത് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അമ്മ ചൊല്ലുന്നത്. ഈശ്വരനെ പ്രകീർത്തിച്ചുകൊണ്ടും ഈശ്വരനോട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടും സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടുമുള്ള, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എല്ലാ സമാധാനവും സുന്ദരമായ ജീവിതവും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പാട്ട്. थोड़ी देर बाद यशवंत आई को ऑटो में बिठाकर लाया और साथ में नितिन भी. അങ്ങനെ പാട്ടും അങ്ങനെ പലതും ആലോചിച്ച് സക്കോടിയിരിക്കുന്നു. कुछ समय बीत जाती है, കുറേ സമയം അപ്പോഴത്തേക്ക് കടന്നു പോവാണ്. तो देखते हैं कि यशवंत माँ के साथ आ रहा है. യശ്വന്ത് പോയി അമ്മയും കൂട്ടി ഓട്ടോയിൽ വരുന്നതാണ് കാണുന്നത്. ഒരു സാത്ത് മേ നിതിൻ ഭി ഹെ, അപ്പോൾ അവരുടെ കൂടെ നിതിനും ഉണ്ട്. ആയിക്കാ രോ രോക്കർ ബുരാ ഹാൽ ധാ, അമ്മ കരഞ്ഞ് 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 ഒരു പരുവമായിരുന്നു. ബുരാ ഹാൽ ഹോ ഗയാ ധാ, അമ്മയുടെ വളരെ മോശം അവസ്ഥയിലാണ് അമ്മ വന്നത്. ബെഹോഷ് ഹോക്കർ ഗിർപ്പടി വന്നു, അവിടെ ഇറങ്ങിയതും അമ്മ വീണ്ടും ബെഹോഷ് ഹോക്കർ ഗിർപ്പടി, ബോധം കെട്ട് വീഴാണ്. അപ്പോൾ വീട്ടിൽ വെച്ചും ബോധം കെടുന്ന കണ്ടാണ്, ഇവിടെ വന്നപ്പോഴും അത് തന്നെ അവസ്ഥയാണ്. ബെഹോഷ് ഹോ ജാതി ഹെ, ബോധം കെട്ട് വീഴുന്നു. तो സാഹബ് ചില്ലായേ, മനുഷ്യത്വം ഇല്ലാത്ത കുറച്ച് മനുഷ്യർ അവിടെ ഇരിപ്പുണ്ട്. പോലീസ് വാല, ഒരു അമ്മയുടെ മകള് മരണപ്പെട്ടതാണ്, അത് ആത്മഹത്യ ചെയ്തതാണ്, അല്ലെങ്കിൽ അവളുടെ ഇത്രയും ദുസ്ഥിതിയിലാണ് അവൾ ജീവിച്ചതെന്നൊക്കെ അറിയുന്ന ഒരു അമ്മയുടെ മനസ്സിലെ ഷോക്ക് എത്രയാണെന്നൊന്നും ചിന്തിക്കാനുള്ള മനുഷ്യത്വമോ ബോധമോ ഇല്ലാത്ത കുറച്ച് മനുഷ്യർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അയാൾ അലറിക്കൊണ്ട് ചോദിച്ചു, ഈ അമ്മ ബോധം കെട്ട് വീണപ്പോൾ ചില്ലായെ അലറിക്കൊണ്ട് ചോദിക്കുകയാണ്, യഹാം പർ നാടക് നഹീം കർണേക്കാ, ഇവിടെ വന്ന് കിടന്ന് ഇമാതിരി നാടകമൊന്നും കാണിക്കണ്ട. ചില്ലാക്കർ ഉസ്നെ പോല, അലറിക്കൊണ്ടാണ് ആ പോലീസുകാരൻ പറഞ്ഞത്, ഇവിടെ വന്ന് കിടന്ന് നാടകമൊന്നും കാണിക്കരുത്. അപ്പോൾ ഒരു മകൾ മരിച്ചുപോയ അമ്മയുടെ ദുഃഖം അല്ലെങ്കിൽ ആ ഒരു സങ്കടം ഒന്നും മനസ്സിലാക്കാനുള്ള മാനസിക വലിപ്പം ആ മനുഷ്യന് ഉണ്ടായിരുന്നില്ല. യഹാംബർ നാടക് നഹീം കർണേക്ക, അവിടെ വന്ന് കിടന്ന് നാടകമൊന്നും കാണിക്കണ്ട. അപ്പോൾ ഇതൊക്കെ ഷോ ഓഫ് ആണെന്നാണ് പോലീസുകാരൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് സങ്കടമോ അല്ലെങ്കിൽ ബന്ധങ്ങളോ അച്ഛൻ അമ്മ മകൾ ഇമാതിരി റിലേഷൻസോ ഒന്നും ഇല്ല എന്നാണ് അവരുടെ വിചാരം. അവർക്ക് പണിയെടുക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നാണ് അവരുടെയൊക്കെ വിചാരം. फिर नितिन ने मेरी आई का अंगूठा पकड़कर, അപ്പോൾ നിതിൻ എന്ത് ചെയ്തു, എൻ്റെ അമ്മയുടെ വിരൽ പിടിച്ചു. അങ്കൂഠ പകടന എന്ന് പറഞ്ഞാൽ വിരൽ പിടിക്കുക. ഹവൽദാറിനെ ജോ കാഗസ് ദിയാ ഥാ ഉസ് പർ ലഗായ, പോലീസുകാരൻ ഹവൽദാർ കോൺസ്റ്റബിൾ അവിടെ ഏതൊക്കെ പേപ്പർ കാണിച്ചോ അതിലെല്ലാം വിരൽ പതിപ്പിച്ചു. അപ്പോൾ സൈൻ ചെയ്യാൻ അറിയാത്തവർ, പഠിപ്പും വിവരവും ഇല്ലാത്തവരൊക്കെ, അല്ലെങ്കിൽ എന്താ പറയണ്ട, സൈൻ ചെയ്യാൻ കഴിയാത്തവർ വിരലാണല്ലോ പതിപ്പിക്കുന്നത്, തമ്പ് ഇംപ്രഷനാണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇതാണ് അമ്മയും അവിടെ ചെയ്തത്. ജോ കാഗസ് ദിയാ ഥാ ഉസ് പർ ലഗായ. അപ്പോൾ ആ അമ്മ എന്താണ് ചെയ്യുന്നത്, അവർ കൊടുത്ത പേപ്പറുകളിലെല്ലാം തമ്പ് ഇംപ്രഷൻ കൊടുത്തു. ഫിർ ബഡേ സാഹബ് നെ ഹം ലോഗോ കോ എക് ചിട്ടി ദി, എന്നിട്ട് അവിടുത്തെ ഓഫീസർ ഞങ്ങൾക്കൊരു കത്ത് തന്നു. ഏതാണ്, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബഡേ സാഹബ് നെ ഹം ലോഗോ കോ എക് ചിട്ടി ദി ഓർ പോലെ, ഞങ്ങളുടെ കയ്യിലൊരു കത്ത് തന്നിട്ട് സാറ് ഞങ്ങളോട് പറഞ്ഞു, കത്ത് തന്നിട്ട് ഞങ്ങളോടായിട്ട് പറഞ്ഞു, തും ലോഗ് കൂപ്പർ അസ്പതാൽ പഹുഞ്ചോ, ഈ കത്തുമായിട്ട് നിങ്ങൾ കൂപ്പർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞു. അവിടെയാണല്ലോ വാസന്തിയുടെ ബോഡി ഉള്ളത്. തും ലോഗ് കൂപ്പർ അസ്പതാൽ പഹുഞ്ചോ, കൂപ്പർ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ഈ കത്തുമായിട്ട് പോകണം. രാത് കാ 2:30 ബജി ചുക്കാതെ, അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. രാത്രി 2:30 എന്ന് പറഞ്ഞാൽ 2:30, ഠായി എന്ന് പറഞ്ഞാൽ 2:30 രാത്രി ഒരു 2-2:30 മണിയാണ് സമയം. ഹം ലോഗ് കൂപ്പർ അസ്പതാൽ പഹുഞ്ചേ, ഞങ്ങൾ വാസന്തിയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂപ്പർ ഹോസ്പിറ്റലിൽ ചെന്നു. एक ठंडे बर्फ़ वाले कमरे में सारी बॉडी रखते हैं, അവിടെ ചെന്നപ്പോൾ കണ്ടത് എന്താണ്, ഒരു തണുത്ത ഐസൊക്കെ നിറച്ച ഒരു മുറിയിൽ എല്ലാ ബോഡികളും സൂക്ഷിച്ചിരിക്കുന്നു. മോർച്ചറിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ एक ठंडा बर्फ़ वाला कमरा है, ഒരു തണുത്ത് അല്ലെങ്കിൽ ഐസൊക്കെ വെച്ച ഒരു മുറിയാണ് ഞങ്ങൾ കണ്ടത്.
कमरे के बाहर उसका वॉचमैन और अस्पताल का वार्ड बॉय लोग पत्ता खेल रहे थे. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ആ റൂമിൻ്റെ പുറമെ, അതായത് മോർച്ചറിയുടെ മുൻവശത്തായിട്ട് ആ മോർച്ചറിയുടെ വാച്ച്മാനും അതുപോലെ ഹോസ്പിറ്റലിലെ വാർഡ് ബോയും രണ്ടുപേരും കൂടി പത്താ ഖേൽ രേ. പത്താ ഖേൽനാന്ന് ചീട്ട് കളിക്കുന്നതാണ് കണ്ടത്. ഹം ലോഗോനെ ഉനി ചിട്ടി ദിഖായി. അപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്ന ലെറ്റർ അവരെ കാണിച്ചു. ചിട്ടി ദിഖായി, ലെറ്റർ കാണിച്ചപ്പോൾ തോ ബോലെ, അപ്പോൾ അവർ പറഞ്ഞു രാത് കോ ബോഡി നഹി മിൽത്തി ജാവോ സുബഹ കോ ആനാ. അവരെന്താ പറഞ്ഞത്? രാത്രി ബോഡിയൊന്നും എടുത്ത് തരാൻ പറ്റത്തില്ല, പോയിട്ട് രാവിലെ വരൂ. ജാവോ സുബഹ കോ ആനാ, പോയിട്ട് രാവിലെ വരാൻ പറഞ്ഞു. ഹം ലോഗ് വഹീ ഖടേ രഹേ. പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. കരീബ് 1 घंटे के बाद जब उनका पता ഖത്മ हुआ. അപ്പോൾ അവരുടെ പോകാൻ പറഞ്ഞിട്ടും പോകാതെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ഒരു ഏകദേശം കരീബ് അറൗണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. 1 घंटे बीत गए, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. तो उनका पत्ता ഖത്തം हुआ. അവരുടെ ചീട്ടുകളിയൊക്കെ നിന്നു, ചീട്ട് കളിച്ച് കഴിഞ്ഞു. പത്താ ഖത്തം हुआ, അവരുടെ ചീട്ടുകളി നിന്ന സമയത്ത് तो उनमें से एक बोला. ഞങ്ങൾ അപ്പോഴും പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയാണെന്ന് കണ്ടപ്പോൾ ഈ രണ്ടുപേരിൽ ഒരാൾ, അതായത് വാർഡ് ബോയ് വാച്ച്മാൻ രണ്ടുപേരാണല്ലോ അവിടെ ഉള്ളത്, അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു യാർ യെ ലോഗ് തോ ജാനെ വാലെ നഹീ കഹാ ഹേ ദിഖാവോ ചിട്ടി. എന്താ പറഞ്ഞത്? യാർ യെ ലോഗ് തോ ജാനെ വാലെ, ഇവർ പോകുന്നൊന്നുമില്ലല്ലോ, എവിടെ ലെറ്റർ കാണിച്ചേ എന്നിങ്ങനെ പറഞ്ഞു. മേരെ ആദ്മീനെ ഉനി ചിട്ടി ദി. അങ്ങനെ യശ്വന്ത് ഖാക്ക് അവർക്ക് ആ ലെറ്റർ എടുത്തു കൊടുത്തു. ഫിർ ഉസ്നെ അൽമാരി മേ സേ ഏക് ബഡി കിതാബ് നിക്കാലി. അപ്പോൾ അയാൾ പോയി അലമാരിയിൽ നിന്ന് ഒരു വലിയ പുസ്തകം എടുത്തു, ഒരു രജിസ്റ്റർ. അപ്പോൾ അവിടെ ഉള്ള ബോഡിയുടെ ഒക്കെ ഡീറ്റെയിൽസ് ഉള്ള രജിസ്റ്ററാണ് അവിടെ പുള്ളി പോയി എടുത്തുകൊണ്ട് വന്നത്. ഏക് ബഡി കിതാബ് നിക്കാലി, ഒരു വലിയ പുസ്തകം എടുത്തു, അല്ലെങ്കിൽ രജിസ്റ്റർ എടുത്തു. രജിസ്റ്റർ കെ പന്നെ പലട്ടനേക്ക് അഭിനയ കർത്തി. എന്നിട്ട് ആ രജിസ്റ്ററിൻ്റെ പേജസ് മറിക്കുന്നതായിട്ട് സക്കുബായി നമ്മളെ അഭിനയിച്ച് കാണിക്കുന്നു. അയാളിങ്ങനെ പേജുകൾ മറിക്കുന്നു. പന്നെ പലട്ടന എന്ന് പറഞ്ഞാൽ പേജസ് മറിക്കുക. അഭിനയ കർത്തി ഹേ സക്കു, അതിങ്ങനെ അഭിനയിച്ച് കാണിക്കുകയാണ് സക്കുബായി. എന്നിട്ട് പറയുന്നു वासंती उम्र 35 साल कामात्यपुरा में धंधा करती थी, पंगे से लड़कर मर गई साली. അപ്പോൾ ഒരു പേജ് മറിച്ച് വാസന്തിയുടെ ഡീറ്റെയിൽസ് എഴുതിയ പേജ് വന്നിട്ട് വാസന്തി ഉമ്ര 35 സാൽ ഹേ. 35 വയസ്സാണ് അവളുടെ പ്രായം. 35 വയസ്സ്. കമാത്യപുരാമേ ധന്ദ കർത്തി ഥി. കാമാത്യപുരയിൽ ധന്ദ ബിസിനസ് നടത്തിയിരുന്നു, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്തിരുന്നു. പങ്കേസെ ലടക്കർ മർഗയി, ഫാനിൽ തൂങ്ങി മരിച്ചു. സാലി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ളൊരു സംബോധനയാണത്. സാലി എന്ന് പറയുന്നത് അവൾ ഫാനിൽ തൂങ്ങി മരിച്ചതാണ് എന്ന് പറഞ്ഞ് രജിസ്റ്ററിൽ വാസന്തിയെക്കുറിച്ച് എഴുതിയിരുന്ന ഫുൾ ഡീറ്റെയിൽസ് ഉറച്ച് വായിക്കുകയാണ്. ജബ് ഉസ്നെ സാലി ബോല തോ മുझे ഇത്തന ഗുസ്സ ആയ. അപ്പോൾ അവളെ അത് ചെയ്ത് മൃത ശരീരത്തോടൊരു ബഹുമാനം നമ്മളെപ്പോഴും കാട്ടുന്നവരാണ്, നമ്മുടെ ഒരു സംസ്കാരം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അയാൾ ഒട്ടും ബഹുമാനമില്ലാതെയാണ് സാലി എന്നൊക്കെ അവളെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങേയറ്റം പുച്ഛത്തിലുള്ള അയാളുടെ ആ ഒരു സാലി എന്നൊക്കെയുള്ള വിളി, ബഹുമാനം തീരെയില്ലാത്ത അയാളുടെ ആ ഒരു സംബോധന, അത് കേട്ടപ്പോൾ മുझे ഇത്തന ഗുസ്സ ആയ, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സക്കുവിന് ദേഷ്യം വന്നു. മേസ്കാ മുഹു നോച്ചിലും, പോയിട്ട് അയാളുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അവളെ സാലി എന്നൊക്കെ വിളിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് പോയിട്ടൊരു മുഖത്തിട്ടൊരു മുഖനോച്ചിന എന്ന് പറഞ്ഞാൽ എന്താ, മാന്തുക നുള്ളുക അങ്ങനെയൊക്കെയുള്ള മീനിങ് ആണ്. മുഖത്ത് രണ്ട് കൊടുക്കണം എന്നാണ് എനിക്കിപ്പോൾ തോന്നിയത്. ഫിർ ബോല, എന്നിട്ട് അയാൾ പറഞ്ഞു ഇത്തനി രാത് കോ ഉസ് കമറേ മേ ജാനെ സെ ഡർ ലഗ്താ ഹേ. ഇത്രയും രാത്രിയായില്ലേ, ഉസ് കമറേ മേ ജാനെ സെ ഡർ ലഗ്താ ഹേ. ഇത്രയും രാത്രി ആയതുകൊണ്ട് ആ മുറിയിൽ പോകാൻ ഞങ്ങൾക്ക് പേടിയാണ്. ठंडी में सारे मुर्दे अकड़ जाते हैं. തണുപ്പത്ത് ഈ ഡെഡ് ബോഡികൾ, മുർദ എന്ന് പറയുന്നതാണല്ലോ ഡെഡ് ബോഡീസ്. ജിന്ദ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, മുർദ മരിച്ചുപോയത്. ഈ മരിച്ചുപോയവരൊക്കെ നല്ല തണുപ്പാണെങ്കിൽ അക്കട് ജാത്തെ ഹേ, ഭയങ്കര റെസ്ലെസ് ആയിരിക്കും, അവിടെയൊക്കെ ഇറങ്ങി നടക്കുമായിരിക്കും ആത്മാക്കൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മുറി പോകാൻ പേടിയാണ്. എന്ന് പറഞ്ഞാൽ തണുത്ത് വിറച്ചിട്ട് ഈ ഡെഡ് ബോഡികൾ അവിടെയൊക്കെ ഇറങ്ങി നടക്കുകയാണെന്നാണ് ആ വാച്ച്മാൻ പറയുന്നത്. ഇത്തിനി ഠണ്ടി ഹെന, അത്ര തണുപ്പല്ലേ, അതുകൊണ്ട് ഡെഡ് ബോഡികളൊക്കെ അതിനകത്ത് കിടക്കാതെ അവിടെയൊക്കെ ഇറങ്ങി നടക്കുകയായിരിക്കും, അവരൊക്കെ ആകെ റെസ്ലെസ് ആയിരിക്കും തണുപ്പ് കാരണം. അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ പോകാൻ പറ്റത്തില്ല എന്നാണ് ആ നമ്മുടെ വാച്ച്മാൻ പറയുന്നത്. ഫിർ ഏക് ദൂസരെ കോ ധക്ക ദേത്തെ. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയാണ്. എടാ നീ പോ, അല്ലെങ്കിൽ നീ പോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയാണ്. തൂജാ പക്യ തൂജാ. ഒരാൾ അങ്ങോട്ട് തള്ളുന്നു, ഇതാ നീ പോ എന്ന് പറഞ്ഞ ഒരാളെ തള്ളുന്നു. അപ്പോൾ അവൻ അടുത്ത ആളിനെ ഇങ്ങോട്ട് തള്ളിയിട്ട് അല്ല ഞാൻ പോണില്ല നീ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് തള്ളുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഉന്തം തള്ളും കളിക്കുകയാണ്.
പക്കിയ തുജാ കർക്കെ ടട്ടാ മസ്കരി കർണേ ലഗെ. ടട്ടാ മസ്കരി കർണ എന്ന് പറഞ്ഞാൽ അവരൊരു തമാശ കളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും തള്ളി അവരതിനെ ഒരു എൻജോയ് ചെയ്യുകയാണ്, ആ സിറ്റുവേഷനെ അവർ എൻജോയ് ചെയ്യുകയാണ്, വാർഡ് ബോയും വാച്ച്മാനും കൂടി. ടട്ടാ മസ്കരി കർ രഹേ ഹെ, ടട്ടാ മസ്കരി കർ രഹേ ഹെ ദോനോ. അപ്പോൾ അവർ പരസ്പരം എന്ത് ചെയ്യുന്നു, वो स्थिति जो है उसका उपहास कर रहे हैं അല്ലേ. അപ്പോൾ അവരെ ആ ഒരു അവസ്ഥയെ, ഇവരുടെ ആ ഒരു ദയനീയമായ അവസ്ഥയെ ഉൾക്കൊള്ളാതെ മനസ്സിലാക്കാതെ അവർ തമാശ കളിക്കുകയാണ്. യശ്വന്തിനെ ജാക്കർ 200 रुपये ഉनके हाथ में रख दिए. അത് കണ്ടപ്പോൾ യശ്വന്ത് പതുക്കെ പോയി 200 രൂപ എടുത്ത് അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഉनके हाथ में रख दिए. 200 രൂപ എടുത്ത് കൈ വെച്ച് കൊടുത്തു. തബ് ജാക്കർ വാസന്തിക്ക് ബോഡി. അപ്പോൾ അവരുടെ പേടിയൊക്കെ മാറി. പ്രേതം വരും ഉപദ്രവിക്കും എന്നൊക്കെ ആദ്യം പറഞ്ഞവർ ഇപ്പോൾ പേടിയൊക്കെ മാറിയിട്ട് तब जाकर वासंती की बॉडी ऐसे सफ़ेद कपड़े में लपेट कर सामने डाल दी. സഫേദ് കപ്പടേമേ, വെള്ള വസ്ത്രത്തിൽ ലപേട്ട് കർ, കവർ ചെയ്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് തന്നു വസന്തിയുടെ ബോഡി. നിതിൻ ഗംഗാജൽ സാത്മേ ലായാ ഥാ. നിതിൻ ഗംഗാജലം കൊണ്ടുവന്നിരുന്നു. ഗംഗാജൽ സാത്മേ ലായാ ഥാ. നിതിൻ ഗംഗാജലം കൊണ്ടുവന്നിരുന്നു. മേനെ ഓർ ആയിനെ ഉസ്കെ മുഹമേ ഗംഗാജൽ ഡാല. ഞാനും അമ്മയും ആ ഗംഗാജലം അവളുടെ മുഖത്ത് തളിച്ചു. വാസന്തിയുടെ മുഖത്ത് ഞാനും, പവിത്രമായ പുണ്യതീർത്ഥമായിട്ടാണല്ലോ ഗംഗാജലത്തിനെ പറയുന്നത്. അപ്പോൾ നിതിൻ ഗംഗാജലം കൊണ്ടുവന്നു. ഞാനും അമ്മയും ചേർന്നത് അവളുടെ മുഖത്ത്, വാസന്തിയുടെ മുഖത്ത് തളിച്ചു. ജയ ശ്രീരാം, ജയ രാം, ജയ രാം ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട്, ഈശ്വരനാമം ഉരുവിട്ടുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഗംഗാതീർത്ഥം വാസന്തിയുടെ മുഖത്ത് തളിച്ചു. അപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ അവരുടെ അനുഭവമായാലും അതുപോലെ തന്നെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അനുഭവമായാലും അത് രണ്ടും നമുക്ക് കാണിച്ചു തരുന്നത് ഈ പാവപ്പെട്ടവരോട്, സാധാരണക്കാരായ മനുഷ്യരോട് എങ്ങനെയാണ് മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സിറ്റുവേഷനിൽ, ഈ രണ്ട് സിറ്റുവേഷനുകളിലും കുറച്ചൊരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ചെല്ലുന്നതെങ്കിൽ ഇവരുടെ ഒന്നും ആറ്റിറ്റ്യൂഡ് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല. പോലീസ് സ്റ്റേഷനിലായാലും ഹോസ്പിറ്റലിലായാലും. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവരോട് മറ്റൊരു മനോഭാവം, പൈസ ഇല്ലാത്ത പാവങ്ങളെ കാണുമ്പോൾ മറ്റൊരു മനോഭാവം. ഇപ്പോൾ തന്നെ യശ്വന്ത് 200 രൂപ എടുത്ത് വെച്ച് കൊടുത്തപ്പോൾ പ്രേതമാണ്, പേടിയാണ്, ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ ആൾ പിന്നീടൊരു പേടിയും കൂടാതെ ഓടിപ്പോയി ആ ബോഡി എടുത്ത് കൊടുത്തു. എന്ന് പറഞ്ഞാൽ പൈസ തന്നെയാണ് എവിടെയും പ്രധാനം എന്നാണ് സക്കു നമ്മളെ ഈ രണ്ട് അനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞു തരുന്നത്. मैं आई को लेकर घर वापस आ गई. അങ്ങനെ ഞാൻ അമ്മയും കൂട്ടി തിരികെ വീട്ടിലേക്ക് വന്നു. मैं आई को लेकर घर वापस आ गई. ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയും കൂട്ടി ഞാൻ തിരികെ വന്നു. നിതിൻ और यशवंत वासंती का क्रियाकर्म करके ही घर लौटे. നിതിനും യശ്വന്തും വാസന്തിയുടെ മരണാനന്തര ചടങ്ങുകൾ, ക്രിയാകർമ്മങ്ങൾ ഒക്കെ നടത്തിയിട്ടാണ് തിരികെ വീട്ടിൽ വന്നത്. ഉസ്കി एक ഡ്യൂട്ടി ബൂട്ടി പേട്ടി മിലി थी. അപ്പോൾ അവൾ മരിച്ച അടുത്ത് നിന്ന് പോലീസുകാർക്ക് അവളുടെ ബോഡിക്കൊപ്പം അവളുടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു പെട്ടി അവർക്ക് കിട്ടിയിരുന്നു. ഉസ്മേ ഉസ്കെ കുച്ച് പുരാനെ കപ്പടേ थे. ആ പെട്ടിയിലുണ്ടായിരുന്നത് അവളുടെ കുറച്ച് പഴയ വസ്ത്രങ്ങളായിരുന്നു. ഉസ്കോ ദേഖക്കർ യശ്വന്തിനെ മേരെ സെ കഹാ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് യശ്വന്തിന് ദേഷ്യം വന്നു. ഒന്നാമത് അവൾ അവിടെ അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച സ്ത്രീയല്ല എന്നുള്ളൊരു ദേഷ്യം കൂടിയാണ് യശ്വന്തിന്. യശ്വന്ത് മേരെ സെ കഹാ, എന്നോട് പറഞ്ഞു, ഉസ്കാ കോയി ഭി സമാൻ ഇസ് ഘർ മേ നഹി ആനാ ചാഹിയെ. അവിടെ ഒരു വസ്തുവും എൻ്റെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് യശ്വന്ത് പറഞ്ഞു. ഉസ്കാ കോയി ഭി സാമാൻ ഇസ് ഘർ മേ നഹി മാനാ ചാഹിയെ. അവിടെ ഒരു സാധനവും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കരുതെന്ന് എന്നോട് പറഞ്ഞു. മേനെ വോ സബ് കിസീന കിസി കോ ദേ ദിയ. ഞാനത് അവിടെ കണ്ട ആർക്കൊക്കെയോ എടുത്തു കൊടുത്തു. കിസീന കിസി കോ ദേ ദിയ. അവിടെ കണ്ട ആർക്കൊക്കെയോ ഞാൻ അവളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ബസ് സിർഫ് എക് ഫോട്ടോ ചുപ്കെ സെ ഉസ് പെട്ടി മേ സെ നിക്കാൽ ലിയ. പക്ഷേ ഞാനൊരു ഫോട്ടോ അവിടെ നിന്ന് പതിയെ അതിൽ നിന്ന് എടുത്തു. ആ പെട്ടിയിൽ നിന്ന് അവളുടെ ഒരു ഫോട്ടോ ഞാൻ അവിടെ നിന്ന് എടുത്തു. മേനെ एक फ़ोटो चुपके से उस पेटी से निकाल लिया. वो फ़ोटो हमने मेले में कार में बैठकर खिंचाई थी. അപ്പോൾ വാസന്തി സക്കുവും കൂടി ഉള്ളൊരു ഫോട്ടോയാണ് കിട്ടിയത്. ഞങ്ങളൊരു മേളയ്ക്ക് പോയപ്പോൾ, എക്സിബിഷൻ ആണ് മേള, ഒരു എക്സിബിഷന് പോയപ്പോൾ അവിടെ ഈ ടോയ് കാറുകളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാറിലിരുന്ന് എടുപ്പിച്ച ഫോട്ടോയാണ്. കാർമേം ബൈഠ്കർ ഹം ദോനോനെ ഖിഞ്ചായി थी. അപ്പോൾ ഒരു കാറിലിരുന്ന് എക്സിബിഷൻ ഗ്രൗണ്ടിലെ ഒരു കാറിൽ ഇരുന്ന് ഞങ്ങൾ എടുപ്പിച്ച ഫോട്ടോയാണ്. ഖിഞ്ചായി थी എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നതിനാണ് ഫോട്ടോ ഖിഞ്ചിന എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഞങ്ങൾ അവിടുത്തെ ഒരു ഇതെന്താ ടോയ് കാറാണ്, അതിലിരുന്നെടുത്തതാണ്. ഓ അസ്ലി കാർ നഹി थी. അത് ശരിക്കുള്ള കാറൊന്നും ആയിരുന്നില്ല. ഓ ജോ പുട്ടേക്ക് ഹോത്തി ഹെന. പുട്ടേക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് കട്ടൗട്ട് പോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ, അതാണ് പുട്ടേക്ക് ഹോത്തി ഹെ. ജസ്റ്റ് മോഡലാണ്, കാറിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെക്കുമല്ലോ, അതാണ്.
ഉസ്കെ പീछे ഖടേ ഹോക്കർ ഫോട്ടോ ഖിഞ്ചാവോ തോ ലഗ്താ. അപ്പോൾ അതിൻ്റെ പിന്നിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുവാണെങ്കിൽ തോന്നും, അതായത് കാറിൻ്റെ തന്നെ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഇരിക്കുന്ന പോലെ നമ്മൾ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്താൽ തോന്നും ജേസെ സച്ചി കാർ മേ ബേട്ടെ ഹോ, ശരിക്കുള്ള കാറിൽ ഇരിക്കുകയാണെന്ന് തോന്നും. അപ്പം ഇവളെ സംബന്ധിച്ച് സക്കുവിനെ സംബന്ധിച്ചൊക്കെ ഒരു കാറിലൊക്കെ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ നടക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ടാകാം അതിനെയൊക്കെ ഇത്രയും വലിയ മെമ്മറി ആയിട്ട് അവരത് സൂക്ഷിക്കുന്നത്. സച്ചി കാർ മേ ബേട്ടെ ഹോ, ശരിക്കുള്ള കാറിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് ആ കാറിലിരുന്ന് എടുത്തപ്പോൾ. ന ജാനെ ക്യാ ക്യാ സോച്ചുകർ വോ ഘർ സേ ഭാഗി ഹോഗി. പാവം വാസന്തി എന്തൊക്കെ ആഗ്രഹങ്ങളോടും പ്രതീക്ഷയോടുമായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക. ന ജാനെ ക്യാ ക്യാ സോച്ചുകർ, എന്തൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും വോ ഘർ സേ ഭാഗി ഹോഗി, അവൾ വീട് വിട്ട് പോയിട്ടുണ്ടാവുക. കേസെ കേസെ സപ്നെ ഹോങ്കെ ഉസ്കെ മൻമേ, അവളുടെ മനസ്സിൽ എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. കേസെ കേസെ സപ്നെ ഹോങ്കെ, എന്തൊക്കെ സ്വപ്നങ്ങൾ അവളുടെ മനസ്സിൽ അവൾക്ക് ഉണ്ടായിരുന്നു കാണും. ക്യാ സോച്ചാ ഹോഗ, എന്തൊക്കെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. വീട് വിട്ട് പോകുമ്പോൾ ഒരു നല്ല ജീവിതം പ്രതീക്ഷിച്ചായിരിക്കുമല്ലോ അവൾ പോയിട്ടുണ്ടാവുക. അവർ ക്യാ മില, ഇതൊക്കെ സ്വപ്നം കണ്ടു കാണും, പക്ഷെ അവൾക്ക് എന്താ കിട്ടിയത്? ക്യാ മില, അവൾക്ക് എന്ത് കിട്ടി? എക്ക് സാടി, എക്ക് പങ്ക, എക്ക് സ്റ്റൂൾ. അവൾക്ക് കിട്ടിയത് ഒരു സാരി, ഒരു ഫാൻ, ഒരു സ്റ്റൂള്. അതായത് തൂങ്ങി മരിക്കാൻ വേണ്ടി, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി അവൾക്ക് കിട്ടിയ ഈ 3 സാധനങ്ങൾ മാത്രമാണ് അവൾക്ക് അവസാനം ഉണ്ടായത്. പക്ഷെ അവൾ പോകുമ്പോൾ എന്തെന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതങ്ങൾ ഇങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടിയാണ് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതായത് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് ആരാ എന്താണെന്നൊന്നും നോക്കാതെ ആരുടെയെങ്കിലും കൂടി ചാടി പോവുക, എന്നിട്ട് അവസാനം ഇതേപോലെ ഒരു സാരി തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ അവൾക്ക് അവസാനം കിട്ടിയത് ഒരു സാരി, ഒരു ഫാൻ, ഒരു സ്റ്റൂള്. അപ്പോൾ സ്റ്റൂളിൽ കയറി നിന്ന് തൂങ്ങാനുള്ള ഒരു സാരിയും ഫാന് മാത്രമാണ് അവൾക്ക് അവസാനം കിട്ടിയത്. तो बाहर दरवाजे पर डोर बेल बजती है. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഡോറിൽ ബെല്ലടിക്കുന്നു, കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നു. അപ്പോൾ വാസന്തിയെക്കുറിച്ച് അത്രയും മെമ്മറീസാണ് അവൾ ഷെയർ ചെയ്യുന്നത്, സക്കുബായി ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കേൾക്കുന്നത് പുറത്ത് ദർവാസെ പർ, ഡോറിൻ്റെ അടുത്ത് ഡോർ ബെല്ല് കേൾക്കാം. പഹലെ എക് ബാർ ഫിർ ദോ ബാർ, ആദ്യം കേൾക്കുന്നത് ഒറ്റ ബെല്ല്, പിന്നെ 2 ബെല്ല്. അപ്പോൾ ഒരിടത്തും പോയിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ബെല്ലടിക്കാൻ പാടില്ല. അത് എന്താണ്, ഒരു കൾച്ചറില്ലാത്ത ഒരു രീതിയാണല്ലോ. അപ്പോൾ ഒരു തവണ ബെല്ല് അടിക്കുമ്പോൾ തന്നെ അകത്തുള്ളവർക്ക് കേൾക്കാം ആരോ വന്നിട്ടുണ്ടെന്ന്. നമ്മൾ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നത് വൃത്തികേടല്ലേ. പക്ഷേ ഈ വന്ന വ്യക്തി അങ്ങനെയാണ് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട്. ആദ്യം ഒരു വട്ടം അടിച്ചു, പിന്നെ ഉടനെ 2 വട്ടം വീണ്ടും ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ ഉടനെ സക്കുബായി പറയുന്നു, സക്കുബായി ഫൂൽ വാല ഹോഗ, അതാ പൂക്കാരനായിരിക്കും. അവി ദേക്കന 3 ബാർ ഘണ്ടി ബജായക. നിങ്ങൾ നോക്കിക്കോ, അവൻ 1 വട്ടം അടിച്ചു, 2 വട്ടം അടിച്ചു, ഇനി നോക്കിക്കോ 3ാമത്തെ പ്രാവശ്യം അവനിപ്പോൾ ബെല്ലടിക്കും. 3 ബാർ, 3 പ്രാവശ്യം അവനിപ്പോൾ ബെല്ലടിക്കും. തബ് ഈ 3 ബാർ ലഗാതാർ ഡോർ ബെൽ ബജത്തി ഹെ. അപ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് വീണ്ടും 3 തവണ ബെല്ലടിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ സക്കു പ്രതീക്ഷിച്ച പോലെ തന്നെ, അതായത് അത് നിത്യസംഭവമായതുകൊണ്ടാണ് സക്കു അങ്ങനെ പറയുന്നത്. ആ പൂക്കാരൻ വന്നാൽ സ്ഥിരമായിട്ട് ആ പുള്ളി അങ്ങനെയാണ് ചെയ്യുക. ആദ്യം 1 ബെല്ലടിക്കും, ഉടനെ തന്നെ 2 ബെല്ല് തുടർച്ചയായിട്ട് അടിക്കും, പിന്നെ തുടർച്ചയായിട്ട് 3 ബെല്ലടിക്കും. അപ്പോൾ അവനതൊരു കളിയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ സക്കു പറഞ്ഞ പോലെ തന്നെ തുടർച്ചയായിട്ട് 3 തവണ വീണ്ടും ബെല്ലടിക്കുന്നു. സക്കുബായി ബഡ്ബടാത്തി ഹുയി ഗുസ്സേ മേ ബാഹർ ജാത്തി ഹെ. സക്കുബായി ബഡ്ബടാത്തി ഹുയി, ബഡ്ബടാന എന്ന് പറഞ്ഞാൽ പിറുപിറുത്തുകൊണ്ട്, സക്കുബായി പിറുപിറുത്തുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ബാഹർ ജാത്തിയെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവർ ബാഹർ സെ ഹി സക്കുബായിക്ക് ഡാണ്ടിനേക്ക് ആവാസ് സുനായി ദേത്തി ഹെ. പുറത്തു നിന്ന് തന്നെ സക്കുബായി അയാളെ വഴക്ക് പറയുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കാം. ബാഹർ സെ ഹി സക്കുബായിക്ക് ഡാണ്ടിനേക്ക്, ഡാണ്ടിന ഗാലിയന്തേന, വഴക്ക് പറയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. സക്കുബായി പറയാണ്, നാഷ് പീട്ടേ ഹൽക്കട്ട്, ചീത്ത പറയാണ് അയാളെ. നാഷ് പീട്ടേ എന്ന് പറഞ്ഞാൽ ചവറെന്നാണ്. ഈ ചവറത് എന്താണ് ഈ കിടന്ന് കാണിക്കുന്നത്? ആ പയ്യനെ അങ്ങനെയാണ് സക്കു സംബോധന ചെയ്യുന്നത് ദേഷ്യം വന്നിട്ട്. ചവറെന്നും ഹൽക്കട്ട് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ്, യൂസ്ലെസ് ആയവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഹൽക്കട്ട്. ഹൽക്കട്ടിൻ്റെ യൂസ്ലെസ് എന്നാണ് ഇവിടെ അർത്ഥം. പക്ഷേ വേർഡ് മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ചണ്ടി ഉപയോഗിച്ച് നമ്മൾ കളയുന്ന സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കരിമ്പിൻ്റെയൊക്കെ സത്തെടുത്ത ശേഷം നമ്മൾ കളയുന്ന ആ ചണ്ടിയാണ് നമ്മൾ ഹൽക്കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ്ലെസ് ആയവൻ, വേസ്റ്റ്, ചവറ്, അവൻ ചെയ്യുന്ന പണിയുണ്ടോ എന്നാണ് സക്കു പറയുന്നത്. ബിജ്ലി കാ ബിൽ കോൻ ഭരേഗാ തെരാ ബാപ്പ്. ഇങ്ങനെ കിടന്ന് കോളിംഗ് ബില്ല് അടിച്ചാൽ ഇവിടുത്തെ കറണ്ട് ബില്ല് നിൻ്റെ അച്ഛൻ അടയ്ക്കുമോ എന്നാണ് സക്കു അയാളോട് ചോദിക്കുന്നത്. തെരാ ബാപ്പ് ഭരേഗാ ബിജ്ലി കാ ബിൽ, കറണ്ട് ബില്ല് നിൻ്റെ അച്ഛൻ പേ ചെയ്യുമോ എന്ന് സക്കു ചോദിക്കുന്നു. ഫൂൽ വാല ബാഹർ സെ ഹി കുക്കൂം കി ആവാസ് നിക്കാൽ കർ ഭാഗ് ജാത്താ ഹെ. അപ്പോൾ ആ പയ്യൻ അതൊരു രസമാണ് സക്കുബായിയോട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവൻ സക്കുബായിയോട് തിരിച്ചെന്ത് മറുപടിയാണ് പറയുന്നത്? കൂക്കും എന്ന് പറഞ്ഞിട്ട് സക്കുബായിയെ തിരിച്ച് കളിയാക്കുകയാണ്, ഇങ്ങനെ കൂവി കാണിക്കുകയാണ്.
അപ്പോൾ അവനതൊരു ഇവരെ പറ്റിക്കുക അല്ലെങ്കിൽ ഇവരോട് തമാശ ആട്ടുക എന്ന് പറയുന്നത് ആ പയ്യനൊരു രസമാണ്. അപ്പോൾ ഈ ചോദിക്കുന്നതിനെല്ലാം മറുപടിയായിട്ട് അവൻ കൂക്കൂ കൂക്കൂ എന്നിങ്ങനെ ആവാസ് നിക്കാൽത്താ ഹെ, ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഓ ഭാഗ് ജാത്താ ഹെ, ഓടിപ്പോവാണ്. ഒരു വികൃതിയായൊരു ചെക്കൻ. സക്കുബായ് ഹാത്ത് മേം ദോ ഫൂൽ കി പുടി ലേക്കർ ബഡ് ബടാത്തി ഹുയി അന്തർ ആത്തി ഹെ. അപ്പോൾ സക്കുബായുടെ കയ്യിലിപ്പോൾ ഫൂൽ കി പുടി ഹെ, പൂവിൻ്റെ ഒരു ബണ്ടിലുണ്ട്, പൊതിയാണ്, പുടി എന്ന് പറയുന്ന പൊതി. അപ്പോൾ 2 പൊതിയിൽ പൂക്കളാണ് ഇപ്പോൾ സക്കുബായുടെ കയ്യിൽ ഉള്ളത്. ആ പയ്യൻ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത് 2 പൊതി പൂക്കളാണ്. और उसे लेकर बड़बड़ाती हुई अंदर जाती है. അത് മേടിച്ചുകൊണ്ട് സക്കു അകത്തേക്ക് പിറുപിറുത്തുകൊണ്ട് തന്നെ കയറി പോകുന്നു. എന്നിട്ട് പറയാണ് സക്കുബായി ബതാത്തി ഹെ, സക്കുബായി बहुत ഖരാബ് ലഡ്ക ഹെ, ഭയങ്കര മോശം ചെറുക്കനാണ് അവൻ. ഖരാബ് ലഡ്ക ഹെ, കൊള്ളാത്ത ചെറുക്കനാണ് അവൻ, മോശം ചെറുക്കനാണ്. ജബ് ബി മേ ദോപഹർ കോ ഥോടാ ആരാം കർണേ ബൈഠൂ തഭി ആയേഗ. ഞാൻ എപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നാലും ഇവൻ കയറി വരും. ജബ് ഭി മേ ദോപഹർ കോ ഥോടാ ആരാം കർണേ ബൈഠൂ, ഉച്ചയ്ക്ക് ഒരു ഇത്തിരി നേരം ആരാം കരും, ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ദോപഹർ കോ, ഉച്ചയ്ക്ക് ഞാനൊന്ന് മയങ്ങാൻ കിടന്നാൽ ആയേഗ, അപ്പോഴേ അവൻ വരുത്തുള്ളൂ. പെഹ്ലെ എക്ക് ബാർ ഘണ്ടി ബജായേഗ. അപ്പം സക്കു നല്ല ഉറക്കമായിരിക്കും ഒരു പക്ഷേ ഈ പയ്യൻ വരുന്ന സമയത്ത്. ആദ്യം വന്ന് എക്ക് ബാർ ഘണ്ടി ബജായേഗ, ഒരു കോളിംഗ് ബെല്ലടിക്കും, ഫിർ 2 ബാർ, പിന്നെ തുടർച്ചയായിട്ട് 2 എണ്ണം അടിക്കും, 3 ബാർ, അത് കഴിഞ്ഞിട്ട് 3 എണ്ണം അടിക്കും. അപ്പോൾ സക്കുബായി എന്താണ് രാവിലെ മുതൽ പണി ചെയ്ത് ഒന്ന് ക്ഷീണിച്ച് ഉറങ്ങിക്കളയാമെന്ന് പറഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഈ പയ്യൻ വന്ന് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം മുഴുവൻ സക്കുബായിയുടെ വാക്കുകളിലുണ്ട്. और फिर 3 ബാർ, അങ്ങനെ 3 തവണ കോളിംഗ് ബെൽ അടിക്കും. ആർ ജബ് കുച്ച് ബോലേ തോ, ഇനി ഞാൻ അവനെ വല്ല വഴക്കും പറയോ ചീത്ത പറയോ ചെയ്താൽ അവൻ ഉടനെ എന്താ പറയുക, കുക്കു കുക്കു എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കും, എന്നിട്ട് ഓടിക്കളയും. ബോൽക്കർ ഭാഗ് ജാത്താ ഹെ, അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവൻ ഓടിക്കളയും. മേം സാബ് കോ ബോൾനെ വാലി ഭായിക്ക് ഇസ്കാ കുച്ച് കരോ. ഞാൻ മേം സാബ് കോ ബോൾനെ വാലി, ഞാൻ മേം സാബിനോട് പറയാനിരിക്കുകയാണ്, എന്താണ്, ഇവനെ ഒന്ന് മര്യാദ പഠിപ്പിക്കണം, ഇവനെ ഒന്ന് ശരിയാക്കി എടുക്കണം, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് ഞാൻ മേം സാബിനോട് പറയാനിരിക്കുകയാണ്. 2-3 ദിനോക്കെ ഫൂൽ ഏക് സാത്ത് ദേക്കർ ജായേഗ. 2 ദിവസത്തേക്കുള്ള പൂക്കൾ അല്ലെങ്കിൽ 3 ദിവസത്തേക്കുള്ള പൂക്കളൊക്കെയാണ് അവൻ ഒരുമിച്ച് തന്നിട്ട് പോകുന്നത്. ഡെയിലി പൂക്കൾ കൊണ്ടുവന്ന് തരില്ല. ഇതിനാണ് പൂക്കൾ അവിടെ പൂജയ്ക്ക് വേണ്ടിയുള്ള പൂക്കളാണ്. 2-3 दिन के फूल एक साथ देकर जाएगा. 2 ദിവസത്തേക്ക് വെച്ചാൽ അവിടെ ദൈവത്തിൻ്റെ പടങ്ങളിലൊക്കെ മാല ചാർത്താൻ വേണ്ടിയിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കുള്ള പൂക്കളൊക്കെയാണ് ഒരുമിച്ച് കൊണ്ടുവന്ന് ഏക് സാത്ത് ദേക്കർ ജായേഗ, ഒരുമിച്ച് കൊണ്ടുവന്ന് തരും. അപ്പോൾ 2 दिन नहीं आएगा. അപ്പോൾ 2 ദിവസത്തേക്കുള്ള പൂ ഒരുമിച്ച് ഇനി കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി അവൻ 2 ദിവസത്തേക്ക് ഇങ്ങോട്ട് വരത്തില്ല. ഇതെല്ലാം ഞാൻ മേം സാബിനോട് പറയാനിരിക്കുകയാണ്. എനിക്ക് 2 दिन नहीं आएगा, ഇനി ഇവൻ 2 ദിവസത്തേക്ക് വരില്ല. അപ്പോൾ പൂക്കളും കൊണ്ട് വന്ന പയ്യനെ കുറിച്ചുള്ള സക്കുബായിയുടെ പരാതികൾ ഇതൊക്കെയാണ്. വന്നാൽ കണ്ടിന്യൂസ് ബെല്ലടിക്കും, പിന്നെന്താണ്, ഓ 1 बार 2 बार और 3 बार जल्दी जल्दी घंटी बजाता रहता है, कॉलिंग बेल बजाता रहता है, और सकुबाई को उस पर गुस्सा है. और वो एक क्या करता है कि 2 दिन के लिए या 3 दिन के लिए जो फूल चाहिए वो सब एक साथ एकजुट देकर हो जाता है. അപ്പോൾ ഇതൊക്കെയാണ് സക്കുബായിക്ക് ആ പയ്യനെ കുറിച്ചുള്ള പരാതികൾ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും നിർത്താം. അപ്പോൾ പിന്നെയുള്ള പരാതി എന്താണ്, 2 दिन नहीं आएगा, ഒരുമിച്ച് പൂക്കൾ തരും, പിന്നെ 2 ദിവസത്തേക്ക് അവൻ വരില്ല. അപ്പോൾ ഇതൊക്കെ സക്കുബായിയുടെ പരാതികളാണ്. ഓക്കെ.